എന്തൊക്കെ ബഹളമായിരുന്നു! യഹൂദന്മാരുടെ രാജാവ്, 3 ദിവസം കൊണ്ട് ദേവാലയം, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നു, ലാസറിനെ ഉയർപ്പിക്കുന്നു. ഇപ്പൊ എന്തായി? അവസാനം കുരിശിലായി. ഞങ്ങളുടെ നസ്രായനായ യേശു എവിടെ? അതെ, ഞങ്ങളുടെ നസ്രായനായ യേശു എവിടെ? ഇതേ നോക്കൂ, അവിടെ ഒരു പ്രകാശം പോലെ കാണുന്നുണ്ടല്ലോ. ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുൾ ചെയ്തതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കല്ലറയിൽ അടഞ്ഞു കിടക്കുന്ന ജീവിതമല്ല ക്രിസ്തുവിൻ്റേത്. കല്ലറയെ പൊളിച്ചെറിഞ്ഞ് മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റ ജീവിതമാണ് അവൻ്റേത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ കല്ലറ അനുഭവങ്ങളായ ദുഃഖം, നിരാശ, പരാജയം, വേദന, ഭയം എന്നിവ ഒന്നും അവസാനമാക്കല്ല. കല്ലറയുടെ കല്ലുപോലും പൊളിച്ചെറിയുന്ന ദൈവശക്തി നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുന്നു. അതിനാൽ ഇരുട്ട് എത്ര ആഴമുള്ളതായാലും പ്രത്യാശയുടെ വെളിച്ചം അണയില്ല. ആ മഹത്തായ സത്യമാണ് ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മരണം പോലും ജയിക്കാനാവാത്ത സ്നേഹവും ശക്തിയും ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കല്ലറനുഭവങ്ങളിൽ നിന്നും നമ്മെയും അവൻ ഉയർത്തും എന്ന ഉറച്ച പ്രത്യാശ.